ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇല്ലെങ്കിൽ നിയമപരമായി എനിക്ക് രോഹിത്തിനെ നേരിടാൻ കഴിയണം. ഈ പറഞ്ഞതൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയുണ്ട്. ഞാനതങ്ങ് ചെയ്യും. എന്നേക്കുമായി ഞാൻ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. എന്റെ ഈ ക്ഷേത്ര ദർശനം കൊണ്ട് ഒരു ഗുണം ഇല്ലെന്നല്ലേ നീ പറയാറ്? ഇതാ ഇപ്പോഴാണ് ഈ യാത്ര കൊണ്ട് ഒരു ഗുണം ഉണ്ടായത്. ആ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്ത് വാർത്തയാ? സന്തോഷമുള്ളാണേ കേക്കാം. ശ്രീമുരുക ട്രാവൽസുകാര് എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരിക്കുക. ആ 1-2 ദിവസം അവരുടെ കൂടി ആയിരുന്നു. എന്ത് ജോലിയാ ഗോപാലട്ടാ? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ സഞ്ചരിച്ചതിന്റെ അറിവാണ് അവരെന്നെ ജോലി ഏൽപ്പിക്കാൻ കാരണം. വലിയ പണിയൊന്നുമില്ല. തീർത്ഥാടനത്തിന് എത്തുന്ന ഭക്തരെ കൃത്യമായി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തൊഴിയിക്കണം. സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഗോപാലട്ട, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? ആഹാ, ഇത് മോളെ പോന്നു. വാ വാ. അയ്യോ, ഇത് മോളെ കൈക്കെന്ത് പറ്റിയതാ? അത് സ്കൂളിലൊന്ന് വീണതാ. ആണോ? എന്നിട്ട് വേദന ഉണ്ടോ മോളെ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. മുത്തശ്ശനത് എവിടെയായിരുന്നു? മുത്തശ്ശൻ ഒരു യാത്ര പോയതാ മോളെ, അമ്പലത്തില്. ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും. മോള് മാത്രല്ല, കുഞ്ഞിന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഇനി അവൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലെന്നാ പറയുന്നേ. പോകുന്നില്ലെന്നോ? അപ്പൊ രോഹിത്? പപ്പി, ചെല്, അമ്മ വിളിക്കുന്നു. ദാ വരുന്നമ്മേ. രോഹിത് അവിടെ സത്യാമ്മയുടെ വീട്ടില്, ശ്യാമയും കുഞ്ഞും ഇവിടെ. അങ്ങോട്ട് ഇനി കയറില്ലെന്നും പറഞ്ഞ ശ്യാമ ഇവിടെ വന്ന് നിൽക്കുന്നത്. രോഹിത്തെ വിളിക്കാൻ വന്നതാ, എന്നിട്ടും അവള് പോയില്ല. അതെങ്ങനെ ശരിയാവും? അതൊന്നും പറ്റില്ല. അങ്ങനെ ഇവിടെ നിന്ന് അന്വേഷണത്തിന് നിൽക്കാൻ പറ്റില്ല. എന്താ അമ്മേ വിളിച്ചേ? ഹോംവർക്ക് ചെയ്യണ്ടേ? അമ്മേ, ദേ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. അല്ല, നാളത്തേക്ക് ഹോംവർക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? മോൾ അത് നോക്ക്, ഞാനിപ്പോ വരാം. നീ അവളെ കൊണ്ട് വിളിച്ചേ. നീ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. എന്താ ശ്യാമ ഞാനീ കേൾക്കുന്നത്? നീ ഇനി രോഹിത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ലേ? ഇല്ല. നിന്നെ വിവാഹം കഴിച്ച് അഴിപ്പിച്ചത് ഈ വീട്ടിലൊന്നും നിൽക്കാനല്ല. അച്ഛൻ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും സാരമില്ല, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. അല്ല, അങ്ങോട്ട് പോകാതെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ദേ, വല്യേച്ചി ഇവിടെ വന്ന് എന്താണോ ചെയ്യുന്നേ അത് തന്നെയാ ഞാനും ചെയ്യാൻ പോകുന്നേ. ഓ, അപ്പൊ നിങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ്. എന്നാ പിന്നെ ശാലിനിയും കൂടി വിളിച്ചു നിർത്ത്. എനിക്ക് ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ അച്ഛാ പോയി നിൽക്കണ്ടേ? നിനക്ക് ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താ? അതെന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റൂ. ഇതങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രോഹിത് ജീവിക്കുന്നത് അവിടെ ഉള്ളവരുടെ നിയന്ത്രണത്തില. ആ ദത്തമ്മ പറയുന്നത് മാത്രമേ രോഹിത് കേൾക്കൂ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് അവരല്ലേ. ദേ, നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നോളാ ഈ ഇരിക്കുന്നെ. ഇവള് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അങ്ങനെ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ. എനിക്ക് രോഹിതുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുത്തരെ ഡിവോഴ്സ് ലെറ്റർ വാങ്ങി വന്ന് നിൽക്കുക. ഇനി അതിനൊരു വക്കീലിനെ കാണണം. ഇനി നിനക്കൂടി ഡിവോഴ്സ് വേണമെങ്കിൽ അതിന് വേറെ വക്കീലിനെ പോയി കാണണ്ടല്ലോ. ആ വക്കീലിന്റെ അടുത്ത് തന്നെ നിന്റെ കാര്യവും പറയാമെന്ന് വെച്ചാ. എന്നിട്ട് കുടുംബത്തോടെ നമുക്ക് എല്ലാവർക്കും കോടതി പോയി അങ്ങ് താമസിക്കാം. ദിവസവും കോടതി കയറി ഇറങ്ങണ്ടല്ലോ, അവിടെ തന്നെ അങ്ങ് താമസിച്ചാൽ മതിയല്ലോ. ശ്യാമേ, ഇവളുടെ പ്രശ്നം എങ്ങനെ പറഞ്ഞു ഒതുക്കൂന്നറിയാതെ വിഷമാവസ്ഥയിലാണ് ഞങ്ങള്. ശാരദാമ്മയുടെ മക്കളെ മറ്റുള്ളവർക്ക് ചിരിച്ച് പരിഹസിക്കാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ എത്തിക്കുവോ? അതെ, വെറുതെ ഡിവോഴ്സ് എന്ന ലക്ഷ്യം വെച്ചോണ്ട് ഈ വീട്ടിലാരും നിൽക്കണ്ട. ഞാൻ നിർത്തില്ല. എങ്ങനെയെങ്കിലും രോഹിത്തിനെ വിളിച്ച് പ്രശ്നം പറഞ്ഞ് അവസാനിച്ച് പോകാൻ നോക്ക്. അതേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ.
എടി അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ, എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ട് പിന്നെ ദുഃഖിക്കാൻ ഇടവരരുത്, പറഞ്ഞേക്കാം. ശ്യാമേ, നീ എന്നെ കണ്ടുകൊണ്ട് ഡിവോഴ്സിന്റെ കാര്യം പറയണ്ട. എന്റെ കാര്യത്തിൽ നമ്മളല്ല ഡിവോഴ്സിന് ലെറ്റർ വിട്ടത്, അവരാ നമുക്ക് അയച്ചത്. ഇതിപ്പോ നമ്മൾ ഡിവോഴ്സിന് മുന്നിട്ട് ഇറങ്ങാന്ന് പറയുമ്പോ ഒന്നുകിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ നിയമപരമായി എനിക്ക് രോഹിത്തിനെ നേരിടാൻ കഴിയണം. ഈ പറഞ്ഞതൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയുണ്ട്, ഞാനതങ്ങ് ചെയ്യും. എന്നേക്കുമായി ഞാൻ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. ആ ഡാ, നീ ഇതെവിടെയായിരുന്നു? ആ എന്നോടാ. ആശാൻ എവിടെയായിരുന്നു ആശാനെ? എടാ, ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ പോയതാ. അത് ഇത്ര വള്ളിയാവും ഞാൻ വിചാരിച്ച. അതായത് ആശാനെ, ഞാനറിയാത്ത അങ്ങനെ ഒരു കൂട്ടുകാരൻ. എടാ, നമ്മുടെ ലോറി താവളത്തിലെ ചക്രവാണി ഇല്ലേ, ഞാനായിട്ട് ഉടക്കായിരുന്നല്ലോ, പിന്നെ മച്ച ബന്ധമായല്ലോ. എനിക്കങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഈ ലോറി താവളത്തെ ആൾക്കാരൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ? ഇതേത് ചക്രപാണിന്റെ കാര്യം ആശാനി പറയുന്നേ? അതേ, നിന്റെ ഓർമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോയി ഡോക്ടറെ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓർത്തോ ഡോക്ടറെ തന്നെ കാണിക്കാം. ആ, ഓർത്ത് കാണിച്ചാ മതി. അല്ല മോനെ, കണ്ടിട്ട് 1-2 ദിവസമായില്ല. അതൊന്ന് ശിവകാശി വരെ പോയതരാ മേട്ടാ. പക്ഷെ ഇവരെല്ലാരും കൂടി ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയതാന്നുള്ള രീതിയിലാക്കി. അത് പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ, എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക, ഒന്നിനെ രണ്ടാക്കി പറയാൻ. നാട്ടുകാരാ?